നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 വരെയുള്ള ഒരു വർഷത്തെ ഉത്രം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ചിങ്ങക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് കന്നിക്കൂറിലുമാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. ഈ മെയ് മാസം 1-ാം തീയതി വരെ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അത് കാരണം കൊണ്ടും 7ാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്ത് നിൽക്കുന്ന ശനി ആയത് കാരണം കൊണ്ടും മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്നത് കാരണം കൊണ്ടും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കുന്നതാണ്. അതായത് ഏപ്രിൽ മാസം കഴിയുന്നത് വരെ. മെയ് മാസം 1-ാം തീയതി വ്യാഴം 10ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ അതിനുശേഷം കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും, അതായത് വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ 2ാം ഭാവത്തിലാണ്, ധനസ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിൽ കുറവ് വരികയും മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിച്ചാലും ചില സമയത്ത് അപ്രിയമായിട്ട് കേൾക്കാനിട വരികയും നടുവേദന പോലെയുള്ള ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ട് നാഗദോഷത്തിനുള്ള പരിഹാരമായിക്കൊണ്ട് നാഗപൂജ ചെയ്യണം. രാഹുവിൻ്റെ അല്ലെങ്കിൽ രാഹുപൂജ ചെയ്യണം. അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഏപ്രിൽ മാസം വരെ വളരെ അനുകൂലമായിരിക്കുന്ന സമയവും അതിനുശേഷം കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ടും രാഹുവിനും അതേപോലെ തന്നെ കേതുവിനും യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരം വരുത്തണം. വ്യാഴം ഭാഗ്യസ്ഥാനത്തായത് കാരണം കൊണ്ട് ഭാഗ്യ സംബന്ധമായിട്ടുള്ള അനുകൂലാവസ്ഥ ഉണ്ടെങ്കിലും 10ലേക്ക് വരുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചത് അഷ്ടമത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ അഷ്ടമേ ഹരദോ ബാലി എന്നാണ്. അപ്പോൾ ബാലിക്ക് ഒളിയമ്പേറ്റ രീതിയിൽ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ദൈവാധീനക്കുറവ് കൊണ്ട് നമ്മൾക്ക് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ഇടവരും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കാൽക്കുലേഷൻ അപ്പുറത്തുള്ള രീതിയിലുള്ള തടസ്സങ്ങൾ വരിക. അപ്പോൾ അതിന് ദൈവാധീനം വരുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിവർത്തി സ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു ബാധയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നാഗപൂജ നിർബന്ധമായിട്ടും ചെയ്യണം. എല്ലാ മാസത്തിലും നാഗപൂജ ചെയ്യണം. അപ്പോൾ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ദോഷമില്ലാതെ ഇരിക്കും. മെയ് മാസം 1-ാം തീയതി വ്യാഴത്തിൻ്റെ ആ മാറ്റം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാക്കും. അപ്പോൾ 9ാം ഭാവത്തിൽ വ്യാഴം മാറിക്കഴിയുമ്പോൾ നവമേ ശുഭസംയുക്തേ സഭാപേ വീക്ഷിദേവ്യോ, 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് എന്ത് പാപദൃഷ്ടി അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും വ്യാഴം തന്നെ അതൊക്കെ മാറ്റിത്തരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിക്കും. മെയ് മാസം മുതൽ ഈ വർഷത്തിൽ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതേപോലെ തന്നെ 2ാം ഭാവാധിപതിയുടെ ഇഷ്ടസ്ഥാനാധിപത്യമുള്ളത് കാരണം കൊണ്ട് അനുകൂലാവസ്ഥ ഉണ്ടാകുക. എന്നാൽ ശുക്രൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന സമയത്തോ 12ൽ നിൽക്കുന്ന സമയത്തൊക്കെ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും കൂടുതൽ സമയവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് മെയ് മാസം 1-ാം തീയതി മുതൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് ഉണ്ടാകുക. അപ്പോൾ ഈ വർഷത്തിൽ വീട് വാങ്ങുക, ഭൂമി വാങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. യാത്രകൾ കൊണ്ട് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. സുഹൃത്ത് ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട്. പുതിയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ 7ൽ നിൽക്കുന്ന രാഹു ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും മെയ് മാസത്തിന് ശേഷം 9ാം ഭാവത്തിലേക്ക് 7ാം ഭാവാധിപതി വരുന്നത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭാര്യ മുഖാന്തരവും ഭാര്യ കുടുംബക്കാർ മുഖാന്തരവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും ഭാഗ്യവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. എങ്കിലും ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ആയത് കാരണം കൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് ലഗ്നത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ഇടയ്ക്കിടയ്ക്ക് തലവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പരാജയ ശിരോരുക്ക് ഇടയ്ക്ക് തലവേദന ഉണ്ടാകുകയും പരാജയഭീതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വിപരീത സ്വഭാവം ഉണ്ടാകുകയും ചെയ്യും. വിപരീത സ്വഭാവം
എന്ന് പറയുമ്പോൾ നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് മാനസികമായിട്ട് ഉള്ള മൈൻഡൊക്കെ മാറി ടെൻഷൻ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ശാരീരികമായിട്ട് ചതവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് കാരണം കൊണ്ടുള്ള പരിഹാരങ്ങളും പൂർണ്ണമായിട്ടും ചെയ്യുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ രാഹു പൂജയും ചെയ്യണം. ഈ 2 പരിഹാരങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.